ഇപ്പോൾ 2002 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി ഇറക്കിയ ഒരു ഉത്തരവ് നമ്മുടെ ജീവനക്കാർക്ക് മുമ്പിൽ 32 ദിവസം നീണ്ട അത്യുജ്വലമായ സമരമാണ് അന്ന് ജീവനക്കാരും അധ്യാപകരും ആ ഉത്തരവിനെതിരെ നടത്തിയത്. അന്നാണ് AK ആൻ്റണി പരസ്യമായി വാർത്താ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പ്രഖ്യാപിച്ചത്, ഇവിടെ സർക്കാർ ഓഫീസുകൾ അടഞ്ഞു കിടന്നാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല, അതുകൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്ന് പറഞ്ഞ വീഡിയോ ഇന്നും നമുക്ക് ലഭ്യമാണ്. അതേ സമയത്ത് മാത്രമല്ല, ആ ഉത്തരവിലാണ് ഈ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കുന്നു, നിയമന നിരോധനത്തിനുള്ള നടപടി സ്വീകരിക്കുന്നു, ഈ ഭവന സബ്സിഡി ഉൾപ്പെടെയുള്ളത്, ക്ഷാമബത്ത ഉൾപ്പെടെയുള്ള ഒരുപാട് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത വളരെ കുപ്രസിദ്ധമായ ഒരു ഉത്തരവാണ് അത്. ആ ഉത്തരവിനെതിരെ അതിശക്തമായ സമരം നടത്തി ചെറുത്തു നിന്നാണ് നമ്മുടെ ജീവനക്കാരും അധ്യാപകരും അതിനെ അതിജീവിച്ചത്. അതേ സമയത്ത് LDF സർക്കാർ വരുന്ന സമയത്ത് ഇപ്പം കോവിഡ് കാലത്ത് പോലും ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിച്ചു. 2021 ശമ്പള പരിഷ്കരണം. അന്ന് ലോകം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന സമയത്താണ് ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ നിൽക്കുന്ന സമയത്ത്, അതായത് കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ച അതിഭീകരമായ സാമ്പത്തികമായ പ്രയാസങ്ങൾക്കിടയിലും ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ നിയമിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവിറങ്ങി, കമ്മീഷൻ പ്രവർത്തനം തുടങ്ങി. NGO യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി നിൽക്ക് ഇതിനെങ്ങനെ കാണുന്നത്? ഇതിൽ താങ്കൾ പറഞ്ഞത് നേരെ ആര് ഭരിച്ചാലും ഒരുപോലെയാണ് എന്ന ക്ലീഷേ സിവിൽ സർവീസിൽ ക്ലീഷയായി മാത്രം നിൽക്കുകയാണ്. ജീവനക്കാർക്ക് നല്ല ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ജീവനക്കാർ ഈ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ലഭിക്കണമെന്ന് പറയുന്നത്. അതായത് അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഇനി അവരുടെ എന്തെങ്കിലും, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുൻകാല അനുഭവത്തിൽ നിന്നാണ് അവർ പറയുന്നത്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഒന്നും കിട്ടില്ല. ആ ഒരു ജീവനക്കാർ ആ അനുഭവം വെച്ചുകൊണ്ടാണ് അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജീവനക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യുന്നതാണ്. ആ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിലുള്ള വിശ്വാസമാണ് ജീവനക്കാർ പ്രകടിപ്പിക്കുന്നത്. ഉറപ്പായി കിട്ടണമെന്നത്, അത് കിട്ടുമെന്ന് തന്നെയാണ് ജീവനക്കാർക്കുള്ളത്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 2002 ഒരു അനുഭവം ജീവനക്കാർക്കുണ്ട്. അന്ന് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ GOP 56/2002 ജനുവരി 16-ാം തീയതിയാണ് ആ ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവ് ജീവനക്കാർക്ക് കൃത്യമായി അറിയാം. അന്ന് 7ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി, അന്ന് നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് 7ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി 1/3/97 മുതൽ. ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിനെ തുടർന്ന് ജീവനക്കാർക്കും അധ്യാപകർക്കും വാരിക്കോരിയാണ് കൊടുത്തത്. അന്ന് ധനമന്ത്രി ശിവദാസ മേനോനായിരുന്നു. വാരിക്കോരി കൊടുത്തതു. അതുകൊണ്ട് ഞങ്ങൾ അത് വന്നാൽ നിയന്ത്രിക്കുമെന്ന് പറയുകയും വന്നതിനെ തുടർന്ന് AK ആൻ്റണി മുഖ്യമന്ത്രി ആയപ്പോൾ ഖജനാവ് കാലിയായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ എല്ലാം നിയന്ത്രിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ജനുവരി 16-ന് ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിൽ 27 ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് കവർന്നെടുത്തത്. അന്ന് പറഞ്ഞത് ഇനി അടിസ്ഥാന ശമ്പളം കൊടുത്താൽ മതി, ക്ഷാമബത്ത കൊടുക്കേണ്ടതില്ല. 88,000 തസ്തികയാണ് അധികമാണ് പറഞ്ഞത് പഠനം നടത്തിയിട്ട്. അതിൽ 4ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഇനി അടിസ്ഥാന ശമ്പളമേ കൊടുക്കേണ്ടതുള്ളൂ, വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ അനുമതി വാങ്ങണം, അല്ലാതെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യരുത്. ഇപ്പോഴത്തെ നിയമനത്തെക്കുറിച്ച് നമുക്കറിയാം, വലിയ നിയമനമാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നിലപാടാണ് UDFൻ്റെ ഭരണകാലത്ത് എടുത്തത്. ഇപ്പോഴും ജീവനക്കാർക്ക് സമാനമായ ആശങ്കയുണ്ട്. VD സതീശൻ പറഞ്ഞത് അന്ന് ആൻ്റണി പറഞ്ഞതിന് സമാനമായ ഒരു ഇതാണ് ഇന്ന് VD സതീശൻ ബജറ്റ് വന്നപ്പോൾ പറഞ്ഞത്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു. അന്ന് AK ആൻ്റണിയും സമാനമായ പ്രസ്താവന നടത്തിയത്. അതിൽ ജീവനക്കാർക്ക് ആശങ്കയുണ്ട്. ജീവനക്കാരെ പിടിക്കുവാനുള്ള ഒരു മുൻകൂട്ടിയുള്ള എറിയലാണ് ഇത് എന്ന് ജീവനക്കാർക്ക് നല്ല ആശങ്കയുണ്ട്. അതുകൊണ്ട് ജീവനക്കാരെ സംബന്ധിച്ച് അവർ UDFനെയും LDFനെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ട് സർക്കാരുകളെയും വ്യത്യസ്തമായി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.